നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ഫുട്ബോൾ ലോകത്തിൻ്റെ രാജാവ് ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന ഇതിഹാസത്തെക്കുറിച്ചാണ്. CR7 എന്ന് ലോകം മുഴുവൻ സ്നേഹത്തോടെ വിളിക്കുന്ന ആ മനുഷ്യൻ 1985 ഫെബ്രുവരി 5 പോർച്ചുഗലിലെ മദീറ എന്ന ചെറിയ ദ്വീപിൽ ഒരു സാധാരണ കുടുംബത്തിലാണ് റൊണാൾഡോ ജനിച്ചത്. അച്ഛൻ ഒരു തോട്ടക്കാരനായിരുന്നു, അമ്മ പാചകക്കാരിയും. വീട്ടിൽ ദാരിദ്ര്യമുണ്ടായിരുന്നു. ചില ദിവസങ്ങളിൽ ഭക്ഷണം പോലും കിട്ടാതെ വിശന്നു കിടന്നിട്ടുണ്ട്. എന്നിട്ടും ആ കുട്ടി സ്വപ്നം കാണാൻ മറന്നില്ല. ഫുട്ബോൾ ആയിരുന്നു അവൻ്റെ ഒരേ ഒരു സ്വപ്നം. 12-ാം വയസ്സിൽ അവൻ വീടും നാടും വിട്ട് ലിസ്ബണിലെ സ്പോർട്ടിംഗ് CP അക്കാദമിയിൽ ചേർന്നു. അമ്മയെ പിരിഞ്ഞുള്ള ആ ദിവസങ്ങൾ വളരെ കഠിനമായിരുന്നു. രാത്രികളിൽ കരഞ്ഞുറങ്ങി. പക്ഷേ പരിശീലനം മുടക്കിയില്ല. ഇതാണ് റൊണാൾഡോ, സ്വപ്നത്തിനു വേണ്ടി എന്ത് ത്യാഗം ചെയ്യാൻ തയ്യാറായുള്ളവൻ. അവൻ്റെ ജീവിതയാത്ര നോക്കിയാൽ നമുക്ക് 3 കാര്യങ്ങൾ പഠിക്കാൻ സാധിക്കും. 1. അധ്വാനം. റൊണാൾഡോയ്ക്ക് ജന്മനാ കഴിവുണ്ടായിരുന്നു, എന്നാൽ അധ്വാനമാണ് അവനെ ഇന്ന് കാണുന്ന ഉയരത്തിലെത്തിച്ചത്. 18 വയസ്സിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ എത്തുമ്പോൾ അവൻ മെലിഞ്ഞൊരു പയ്യനായിരുന്നു. സർ അലക്സ് ഫെർഗൂസൻ അവനോട് പറഞ്ഞു, നിനക്ക് ശരീരം വേണം. അതോടെ റൊണാൾഡോ ജിമ്മിനെ തൻ്റെ 2ാം വീടാക്കി. ദിവസവും 3-4 മണിക്കൂർ പരിശീലനം. ചോക്ലേറ്റ് വേണ്ട, കോള വേണ്ട, ചിക്കൻ, മീൻ, സാലഡ് മാത്രം. രാത്രി 10 മണിക്ക് ഉറങ്ങും, രാവിലെ 6 മണിക്ക് എഴുന്നേൽക്കും. ഇതാണ് ഡിസിപ്ലിൻ. നമ്മൾ ഫോണിൽ കളിച്ച് സമയം കളയുമ്പോൾ ഓർക്കുക, വിജയികൾ ഉറങ്ങുന്നില്ല. 2ാമത്തെ കാര്യം ആത്മവിശ്വാസം. റൊണാൾഡോ ഗോൾ അടിച്ചിട്ട് സി എന്ന് അലറി വിളിക്കുന്നത് കണ്ടിട്ടില്ലേ? അത്രയും ആത്മവിശ്വാസം എവിടെ നിന്ന് വരുന്നു? അവൻ സ്വയം വിശ്വസിക്കുന്നു, ഞാനാണ് ഏറ്റവും മികച്ചവൻ. ലോകം മുഴുവൻ അവനെ കളിയാക്കി. മാധ്യമങ്ങൾ വിമർശിച്ചു. പരിക്കുകൾ വന്നു. 2016 യൂറോ കപ്പ് ഫൈനലിൽ കാൽമുട്ടിന് പരിക്കേറ്റ് കരഞ്ഞുകൊണ്ട് ഗ്രൗണ്ട് വിട്ടു. പക്ഷേ തോറ്റില്ല. ഗട്ട് ഔട്ടിൽ നിന്ന ഒരു കോച്ചിനെ പോലെ ടീമിനെ പ്രചോദിപ്പിച്ച് പോർച്ചുഗലിന് ജേതാക്കളായി. പരാജയം. മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ ചേർന്നപ്പോൾ സഹകളിക്കാർ അവനെ കാണിക്കാൻ വേണ്ടി മാത്രം കളിക്കുന്നവൻ എന്ന് കളിയാക്കി. അവൻ മറുപടി പറഞ്ഞില്ല. ജിമ്മിൽ പോയി ശരീരമുണ്ടാക്കി. ഫ്രീ കിക്ക് ദിവസവും 1000 തവണ പ്രാക്ടീസ് ചെയ്തു. 3 വർഷം കഴിഞ്ഞപ്പോൾ ലോകത്തിലെ ഏറ്റവും മികച്ച കളിക്കാരനായി. പക്ഷേ റൊണാൾഡോയുടെ ഏറ്റവും വലിയ നിമിഷം 2016 യൂറോ കപ്പായിരുന്നു. ഫൈനലിൽ പരിക്കേറ്റ് പുറത്തായി. സ്ട്രെച്ചറിൽ കിടന്ന് കരഞ്ഞു. എന്നിട്ടും കളി വിട്ടില്ല. ഗട്ടൗട്ടിൽ നിന്ന് കോച്ചിനെ പോലെ കളിക്കാരെ ഉത്സാഹിപ്പിച്ചു. തന്ത്രങ്ങൾ പറഞ്ഞുകൊടുത്തു. പോർച്ചുഗൽ ജയിച്ചു. അന്ന് ലോകം കണ്ടു ഒരു നേതാവ് എങ്ങനെയായിരിക്കണമെന്ന്. ഇന്ന് 40 വയസ്സ് കഴിഞ്ഞു. മുടി നരച്ചിട്ടില്ല, വേഗത കുറഞ്ഞിട്ടില്ല, ഗോളടി നിർത്തിയിട്ടില്ല. സൗദിയിൽ കളിച്ചിട്ടും യൂറോപ്പിനെ ചെറുപ്പക്കാരെക്കാൾ ഹിറ്റ് ആണ്. എങ്ങനെ? ദിവസവും 5 തവണ ഭക്ഷണം, 8 മണിക്കൂർ ഉറക്കം, ഐസ് ബാത്ത്, ജിം, ഒരു ദിവസം പോലും മുടക്കില്ല. റൊണാൾഡോ നമ്മളോട് പറയുന്ന 3 കാര്യങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം. നിന്റെ പശ്ചാത്തലം നിന്റെ ഭാവി തീരുമാനിക്കില്ല. കഠിനാധ്വാനത്തിന് പകരം വയ്ക്കാൻ മറ്റൊന്നില്ല. വീണാൽ എഴുന്നേൽക്കണം, കരഞ്ഞാൽ തുടയ്ക്കണം, പിന്നെയും ഓടണം. കൂട്ടുകാരെ, നമ്മുടെ ജീവിതത്തിലും പ്രശ്നങ്ങൾ വരും. പരീക്ഷ തോൽക്കും, കൂട്ടുകാർ കളിയാക്കും, വീട്ടിൽ വഴക്കുണ്ടാകും. അപ്പോൾ റൊണാൾഡോയെ ഓർക്കുക. അവൻ വിശന്നു കിടന്നിട്ടുണ്ട്, കരഞ്ഞിട്ടുണ്ട്, തോറ്റിട്ടുണ്ട്, പക്ഷേ നിന്നിട്ടില്ല. ഞാൻ പൂർണ്ണത ആഗ്രഹിക്കുന്നില്ല, പക്ഷേ ചെയ്യുന്ന കാര്യം ഭംഗിയായി ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പഠിത്തമായാലും കളിയായാലും ജീവിതമായാലും ചെയ്യുന്നത് ഭംഗിയായി ചെയ്യുക. എല്ലാവർക്കും നന്ദി.